പാലുവായ് വാർഡിൽ നിന്നും മൂന്നാം തവണയും വിജയിച്ച ബിന്ദു അജിത് കുമാറിനെയും ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് തൈക്കാട് മേഖലയിൽ നിന്ന് ആവശ്യമുയരുന്നു. കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു അജിത് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ വാർഡ് 40-ൽ നിന്ന് വിജയിച്ച സുനിത അരവിന്ദനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് തൈക്കാടിനും ഊഴം വേണമെന്ന ആവശ്യമുയരുന്നത്. കഴിഞ്ഞ കൗൺസിലിലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയാണ് ബിന്ദു. തൈക്കാട് മേഖലയിൽ നിന്ന് ഇതുവരെയായും CPIMകാർ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉണ്ടായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2014-ൽ CPIയിലെ PS ജയന് ലഭിച്ച ഒരു വർഷത്തെ ചെയർപേഴ്സൺ സ്ഥാനം മാത്രമാണ് ഇതുവരെയായി തൈക്കാടിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഗുരുവായൂർ നഗരസഭാ ഭരണം പിടിക്കാൻ ഏറ്റവുമധികം കൗൺസിലർമാർ സംഭാവന ചെയ്യുന്ന പൂക്കോട് മേഖലയ്ക്ക് 2014-ന് ശേഷം ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ചിട്ടില്ല. 2014-ന് ശേഷം ഉണ്ടായ ചെയർപേഴ്സൺമാരെല്ലാം പഴയ ഗുരുവായൂർ നഗരസഭാ പ്രദേശത്തു നിന്നായിരുന്നു. എന്നാൽ മേഖല നോക്കിയല്ല ചെയർപേഴ്സൺമാരെ നിശ്ചയിക്കുക എന്നതാണ് പാർട്ടി നിലപാട്. CPIMനുള്ളിൽ തന്നെ ഊഴമിട്ട് ചെയർപേഴ്സൺ സ്ഥാനം പങ്കുവയ്ക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറയുന്നവരുമുണ്ട്. സുനിതയെ ചെയർപേഴ്സണാക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും മുൻ ചെയർമാനും തമ്മിൽ ആശയവിനിമയം നടന്നതായാണ് സൂചന. 4 വർഷം CPIMനും 1 വർഷം CPIക്കും ചെയർപേഴ്സൺ സ്ഥാനം എന്ന രീതി ഇത്തവണ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. CPIക്ക് 1 വർഷം ചെയർമാൻ സ്ഥാനവും 1 വർഷം വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ലഭിക്കും. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയായ 17-ാം വാർഡ് കൗൺസിലർ KK ജ്യോതിരാജിനാകും വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുക. CPIക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും ലഭിക്കും. പങ്കുവെക്കലുകളുടെ ഊഴം സംബന്ധിച്ച് CPIM CPI ഉഭയകക്ഷി ചർച്ചയിൽ അവസാന തീരുമാനമായിട്ടില്ല.